ഗൈസ്, ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ഇന്നത്തെ വീഡിയോനെ പറ്റി പറഞ്ഞാൽ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ്. ഇന്നെൻ്റെ അദ്വൈതൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. നാളെ തൊട്ട് അവൻ്റെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണ്, ഞങ്ങളുടെ വർക്കിംഗ് ഡേ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണ് പോവാണെന്ന്. സോ ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. പക്ഷേ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുപോകണം. ഞാൻ വിചാരിച്ചു ഇന്ന് വെജിറ്റബിൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. ഇവിടെ സമയം 5:45. അപ്പോൾ 6:45 അങ്ങനെ ഇറങ്ങണം. അപ്പം അതിനു മുമ്പ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പോഴും രാവിലെ ഈ സമയത്താണ് കേട്ടോ അദ്വൈത് പോവുക. രാവിലെ എപ്പോഴും ഈ 5:45 സമയത്ത് തന്നെ എണീക്കണം. അപ്പോൾ ഞാൻ മിക്കവാറും ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് അവന് കൊടുത്തയക്കാറ്. മിക്കവാറും അല്ല, എല്ലാ പ്രാവശ്യവും അവന് ഹെവി ബ്രേക്ക്ഫാസ്റ്റിനെ കൊടുത്തയക്കാറ്. ലൈക്ക് പറാട്ട, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ കൊടുത്തയക്കില്ല. കാരണം ദോശ അവിടെ ചെല്ലുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തീരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അത് കാരണം പറാട്ട, ചപ്പാത്തി, ഇഡ്ഡലി അങ്ങനത്തെ തന്നെ കൊടുത്തയക്കാറ്. പക്ഷെ ഞാൻ മിക്കവാറും ട്രൈ ചെയ്യും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ. അത് കാരണം പറാട്ടയൊക്കെ കൊടുത്തയക്കാന്ന് വെച്ചാൽ ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം മാവിൽ കുഴച്ചോ ഇല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് പരത്തുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്തോ അങ്ങനെയാണ് വെച്ചെടുത്ത് കൊടുക്കാം. മിക്കവാറും ക്യാരറ്റ്, ബീട്രൂട്ട്, ചീസ് ഇടും, പൊട്ടാറ്റോ എല്ലാം വെജിറ്റബിൾസ് മിക്സ് ചെയ്യാൻ നോക്കും. മെയിനായിട്ട് പറാട്ടയാണ് കൊടുക്കാറ്. ചപ്പാത്തിയൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ നല്ലോണം നെയ്യൊക്കെ ഇട്ടിട്ട് ഇതാക്കിയിട്ട് അത് എല്ലാ സമയത്തൊന്നും കൊടുക്കാറില്ല. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്യിട്ട പറാട്ട വരൂലേ, അങ്ങനത്തെ പറാട്ടയാണ് ഞാൻ കൊടുത്തയക്കാറ്. അതിൻ്റെ കൂടെ സോസ് കൊടുത്തയക്കും. പിന്നെ ഇങ്ങനെ ഇഡ്ഡലി ആണെന്ന് വെജിറ്റബിൾ കൊടുക്കും, വെജിറ്റബിൾ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ നോർമൽ ഇഡ്ഡലിയും കൊടുക്കാറുണ്ട്. നോർമൽ ഇഡ്ഡലി കൊടുക്കുമ്പോൾ ഒരു പഞ്ചസാര കൊടുത്തയക്കും. കാരണം അവന് ചട്നി ഒന്നും പറ്റില്ല, സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊന്നും അവൻ വേണ്ടെന്ന് പറയുള്ളൂ. വീട്ടിൽ ഇല്ല സമയത്ത് അവൻ കഴിക്കും കേട്ടോ. ഇഡ്ഡലിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ ഒക്കെ സാമ്പാർ കൂട്ടി കഴിക്കും, സാമ്പാർ ചട്നി എല്ലാം കൂട്ടി കഴിക്കും. പക്ഷെ സ്കൂളിലേക്ക് വേണ്ടെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, ഇത് മതിയോ, ഇത് തന്നു കഴിഞ്ഞാൽ കഴിക്കോ? അപ്പോൾ എന്ന് പറയും. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും. ആദ്യമൊക്കെ ഞാൻ അവന് പാസ്ത, പാൻ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പാസ്ത ഒക്കെ കൊടുക്കുമ്പോൾ അത് അവിടെ പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അവൻ പറയും എനിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നു, ഭയങ്കര ഡ്രൈ ആയി പോകണു. അത് കാരണം പിന്നെ അത് ഞാൻ നിർത്തി, പാസ്ത ഒന്നും കൊടുത്തയക്കുന്നില്ല. ചില ദിവസങ്ങളിൽ പാൻ കേക്ക്സും കൊടുക്കും. പക്ഷെ പാൻ കേക്ക് അവന് അത്ര ഇഷ്ടമല്ല. മിക്കവാറും അവൻ ഇങ്ങനത്തെ ഇഡ്ഡലി, പറാട്ട, ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. വീക്കെൻഡ്സിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവൻ ഇതൊക്കെ കഴിക്കും കേട്ടോ. ഈ റെസിപ്പി ഭയങ്കര ഈസിയാണ്, അധികം ഡിഫിക്കൽട്ട് ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് ഏത് 2 വെജിറ്റബിൾ എടുക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എടുത്താലും മതി. ഞാൻ ആദ്യം അതിന് ബേസിൽ ഇട്ട് കൊടുക്കും ഒരു വെജിറ്റബിൾസ്, പിന്നെ ഇടയിൽ മാവ് ഒഴിക്കും, പിന്നെ അതിന് മേലെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ സ്പ്രിങ്കിൾ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ആണ്. അത് ബേസിൽ ഞാൻ ബീട്രൂട്ട് സ്പ്രിങ്കിൾ ചെയ്തു, അതിൻ്റെ ഇടയിൽ മാവ് ഒഴിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ക്യാരറ്റ് സ്പ്രിങ്കിൾ ചെയ്യും. അങ്ങനെ അപ്പോൾ 2 വെജിറ്റബിളുടെ ഇത് കിട്ടുമല്ലോ അവർക്ക്, അത് കാരണം അങ്ങനെ ചെയ്യും. സോ ഈ റെസിപ്പി ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു 15 മിനിറ്റ്സ് മതി, 15 മിനിറ്റ്സും കൂടി വേണ്ട, 15 മിനിറ്റ്സ് റെഡിയായി കിട്ടാനാണ് കേട്ടോ. അത്രയും മതി. ഗ്രേറ്റ് ചെയ്യുന്ന സമയം മാത്രം രാവിലെ ഉണ്ട് മതി. അപ്പോൾ ഞാൻ ഈ 5:45 എനിക്കും ജനറലി. ഇല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇത്തിരി നേരത്തെ എണീക്കും. കാരണം ആകെ 2 ചപ്പാത്തിക്ക് മാവ് കുഴക്കാറുള്ളൂ. അങ്ങനെ എണീക്കുമ്പോൾ നേരത്തെ ഇത്തിരി ഒരു 5 മിനിറ്റ് നേരത്തെ ഉണ്ട്. കാരണം രാത്രി എല്ലാം ചെയ്ത് എനിക്കിഷ്ടമല്ല രാത്രി മാവ് കുഴച്ച് വെച്ചിട്ട് കിടക്കണത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് തന്നെ ചെയ്യാറ്. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തയക്കും. എന്ത് ചെയ്യാൻ വെച്ചാലും രാവിലെ എണീറ്റിട്ടേ ഞാൻ ചെയ്യാറില്ല ജനറലി. സോ ഇതൊക്കെയാണ് രാവിലെ അവന് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നാളെ തൊട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം. ബിക്കോസ് അവൻ വീട്ടിലുണ്ടാവും. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം. കാരണം ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അവൻ കഴിക്കൂല. ഞങ്ങൾ ജനറലി എന്തുണ്ടാക്കണോ അത് അവൻ കഴിക്കാറ്.
അപ്പോൾ ദിസ് ഇസ് വെരി സിമ്പിൾ റെസിപ്പി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇഫ് യുവർ കിഡ്സ് ആർ പിക്കി ഈറ്റേഴ്സ്, പ്ലീസ് ട്രൈ ഇറ്റ് അറ്റ് യുവർ ഹോം. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ജനറലി കഴിക്കാറുണ്ട്, പിക്കി ഈറ്റേഴ്സ് ആവുമ്പോൾ. അദ്വൈത് എല്ലാം കഴിച്ചോളും, അവന് ഈ വെജിറ്റബിൾസ് മാത്രമാണ് ഇത്തിരി പ്രശ്നം. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതും കഴിക്കാറുണ്ട്. അപ്പോൾ ദിസ് ഈസ് എ വേ യു ക്യാൻ ഇൻക്ലൂഡ് വെജിറ്റബിൾസ് ഇൻ ദ ഫുഡ്. പിന്നെ ഞാൻ ടിഫിനിൽ വെറും ബ്രേക്ക്ഫാസ്റ്റ് ഈ ഇഡ്ഡലി പറാട്ട മാത്രമല്ല, ഞാൻ അതിലൊരു ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അവന് ആപ്പിൾ, ബ്ലൂബെറീസ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്, അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ രാവിലെ പോണ മുമ്പ് ഞാൻ അവന് ദോശൻ്റെ മാവുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ കോൺഫ്ലെക്സ് കൊടുക്കാറുണ്ട്. കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്സിൻ്റെ സ്വിസ് ബ്രാൻഡിൽ ഒരു കോൺഫ്ലെക്സ് വരുന്നുണ്ട്, അതാണ് ഞാൻ കൊടുക്കാറ്. അത് പാൽ ഒഴിച്ച് കൊടുക്കും. അവൻ ചെറുപ്പം തൊട്ട് പാല് കുടിക്കാറില്ല, അവന് പാല് ഇഷ്ടമല്ല. പക്ഷെ പാല് ഇങ്ങനെ കോൺഫ്ലെക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പാൽ അവൻ്റെ വയറ്റിലേക്ക് ചെല്ലും, അത്ര തന്നെ. അത് കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അവൻ്റെ മോർണിംഗ് ഇത്തിരി കഴിക്കും, മോർണിംഗിൽ മാത്രമേ അവൻ കഴിക്കാറുള്ളൂ ഇത്. സോ നമ്മളുടെ ഇഡ്ഡലി റെഡിയായി ഇവിടെ. ഇത് മേലെ ക്യാരറ്റും താഴെ ബീട്രൂട്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഇത് നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലീസാണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് പാക്ക് ഹിസ് ടിഫിൻ ബോക്സ്. ഞാൻ കട്ട് ചെയ്ത ആപ്പിൾ വെച്ചു. ടിഫിൻ 2 ബിസ്ക്കറ്റ് വെക്കാറുണ്ട് ഞാൻ ടിഫിനിൽ. അതിൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ പഞ്ചസാര ഇത്തിരി വെക്കും അതിൻ്റെ കൂടെ. ചിലപ്പോൾ ഇനി അവന് ഇഷ്ടമായില്ലെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അത് വെക്കാറുണ്ട്. സോ അവൻ്റെ ടിഫിൻ റെഡിയായി. ഇനി നമുക്ക് അവൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. കൃഷി അവനെ കൊണ്ടുപോയിട്ടുണ്ട് പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. ഇനി അവൻ വരണ മുമ്പ്, ഇവിടെ വാവ ഉറങ്ങാണ്, അവൻ വരണ മുമ്പ് നമുക്ക് അവൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ, ഇടാനുള്ളത്. ഇന്ന് കളർ ഡ്രസ്സാണ്, അപ്പോൾ അത് കാരണം അവന് കളർ ഡ്രസ്സാണ് ഇട്ടിട്ട് പോകേണ്ട. കളർ ഡ്രസ്സിന് ടീഷർട്ടും ജീൻസും ഇട്ട് വെച്ചിട്ട്. സ്കൂളിൽ ഇത്തിരി തണുപ്പാണ് കേട്ടോ, അത് കാരണം അവന് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് എടുത്ത് വെക്കാറുണ്ട്. ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരാളെ ഇട്ടു, ഒരാൾ റെഡിയായി. അജു അജുസാ, അജുക്കുട്ടാ ഇവിടെ എണീറ്റിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് വരൂ, ഗുഡ് മോർണിംഗ്. എന്നാ കുട്ടി ഇത് കണ്ണ പിടിച്ചോ, അമ്മ ടിഫിൻ വെക്കിട്ട് വരാം. അമ്മ തരാം. Copying me like a turd. ചാറ്റനെ വിടാ. ഹലോ, വെള്ളം കുടിച്ചില്ലേ ബാവേ? വെള്ളം കുടിച്ചില്ലേ? വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ലേ? സമയമില്ല.
A class party? Yes. What is your theme? What is your theme? Is there anything? No theme. Only class party. She's having anything? Disney and Marvel. Oh. Wow. So what are you, Ambu? Are you Cinderella? Are you... Uma. Achana? Come. സ്കൂളിലത്തെ ക്ലാസ് കൊടുക്കണോ ഇന്റെ ഒന്നിക്കൂടെ നിഞ്ചേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹെൽപ്പ് ഉണ്ട് കേട്ടോ, കുക്ക് ചെയ്യാനായിട്ട് ഫുഡ്. എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് അമ്മമ്മ വന്നിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു കുക്കിനെ വെച്ചിരുന്നു ഇവിടെ. അവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും കുക്ക് ചെയ്യും. കാരണം ഇവൻ്റെ കാര്യം അറിയില്ല, ഇവൻ ചില സമയത്ത് എനിക്ക് തീരെ ഒന്നും ചെയ്യാൻ തരാറില്ല. അപ്പോൾ ഇത്തിരി വലുതാവുന്ന വരയ്ക്കും അവരുടെ ഹെൽപ്പ് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ ദിവസത്തിൻ്റെ ഭക്ഷണം അവർ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ രാത്രിക്ക് കറിയും തോരനും ഉണ്ടാക്കിക്കും. ഞാൻ ചില സമയത്ത് ഞാൻ റൈസ് ഞാൻ തന്നെ വെക്കും വൈകുന്നേരമായി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പുറത്ത് എവിടെയെങ്കിലും പോകണം, എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉണ്ടാക്കി വെച്ചിട്ട് പോകും. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണം, പച്ചക്കറിയോ ഭക്ഷണമല്ല പച്ചക്കറിയോ ഇങ്ങനെ ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിലില്ല. അപ്പോൾ അവർ പറയും ഇതൊക്കെ മേടിക്കണം. പിന്നെ ഞാൻ പറയും അവർക്ക് എത്ര ഉണ്ടാക്കണം, അളവ് അനുസരിച്ച് ഞാൻ പറയും. ചില സമയത്ത് ഇപ്പോൾ ചില ദിവസങ്ങൾ ചപ്പാത്തി രാവിലെ കണ്ണൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് അവന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കിക്കും. കാരണം 2 നേരം അവൻ ചപ്പാത്തി കഴിക്കില്ല. അത് കാരണം അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. രാവിലെ ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അതിനനുസരിച്ച് അവർ ഉണ്ടാക്കും. അവനിപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അത് കാരണം ഞാൻ അവനെ ഉറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൃഷി അവിടെ എന്തോ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് അവൻ ഒത്തിരി ഉറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങും. കൃഷിയുള്ളവരേക്കും ഉറങ്ങാറുണ്ട് കേട്ടോ അവൻ. കാരണം രാവിലെ നേരത്തെ എണീറ്റതല്ലേ, അത് കാരണം. അവൻ ഉറങ്ങിയിട്ടുണ്ട്. അവൻ എനിക്കിന് മുമ്പ് പോയി കുളിച്ചിട്ട് വരാം. കൃഷി പോകണ മുമ്പ് ഞാൻ ജനറലി കുളിക്കും. കൃഷി പോകണ മുമ്പ് വളരെ ലേറ്റായി, കാരണം ഉറങ്ങണുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഉറക്കി. ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിന് മുമ്പ് വേഗം കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ കത്തിക്കാൻ പോകും. പക്ഷെ അതിന് മുമ്പേ ഈ റൂം ഇത്തിരി വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്നും വൃത്തിയാക്കണം. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് കത്തിക്കാമെന്ന് വിചാരിക്കാൻ. ഞങ്ങൾക്ക് വീട് അടിച്ചുവാരി തുടയ്ക്കാനൊരു മെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ വരുന്ന മുമ്പ് ഞാൻ ഇത്രയൊക്കെ വൃത്തിയാക്കിയിടും. ചില സമയത്ത് ചെയ്യാറുണ്ട് സമയമുണ്ടെങ്കിൽ. ഇപ്പോൾ അജു സമ്മതിച്ചില്ലെങ്കിൽ ചില സമയത്ത് അവൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ ഉറങ്ങില്ല. അപ്പോൾ ഭയങ്കര ക്രാങ്കി ആയിരിക്കും. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതർവൈസ് ഞാൻ ഇത്രയൊക്കെ താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് മാറ്റൊക്കെ എടുത്ത് വെക്കും.
ജനറലി കൃഷി ലഞ്ച് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇന്നെന്തോ ഓഫീസിൽ പാർട്ടിയില്ല കാരണം ലഞ്ച് കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പാക്ക് ചെയ്യാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവാറ്. പക്ഷേ ഇന്ന് ഓൾറെഡി ലേറ്റായി, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് അവിടെ മേലെ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആണോ അല്ല കണ്ണൻ്റെ ആണോ? കണ്ണൻ്റെ ആ തോന്നുന്നു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. ഇഡ്ഡലിയാണല്ലോ ഇന്ന് ഇഡ്ഡലി. ജനറലി അവൻ ഉറങ്ങി എണ്ണിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാറുണ്ട്. അവൻ്റെ കൂടെ ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യും, ടി വി വയ്ക്കും. അപ്പോൾ അവൻ ഫ്രഷ് ആവും. ഇത്തിരി പാട്ടുകൾ, അവന് ബോളിവുഡ് സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ച് കേൾപ്പിക്കും കുറച്ച് നേരം. അത് കേട്ട് കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ഫ്രഷ് ആവാറുണ്ട്. സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സിമ്പിളാണ് കേട്ടോ. ഞാനൊരു സിറം യൂസ് ചെയ്യും, പിന്നെ സ്നെയിൽ മൂസിൻ്റെ സിറം യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീൻ. ഇതാണ് ഞാൻ ജനറലി എൻ്റെ സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ചില ദിവസങ്ങളിൽ കുളിച്ച് ഉടനെ ഞാൻ ചെയ്യും സമയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഫേസ് വെറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഈ സിറമൊക്കെ ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ ഡെയിലി ഗോ ടു റൂട്ടീൻ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട്. സൺസ്ക്രീൻ ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ആയിട്ടാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങി റെഗുലറായിട്ട്. ആദ്യമൊക്കെ ഇങ്ങനെ ചില സമയത്ത് തേക്കും, പുറത്ത് പോകുമ്പോഴൊക്കെ തേക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ദിസ് ഈസ് എ സ്കിൻ റൂട്ടീൻ. അതൊക്കെ കഴിഞ്ഞിട്ട് മോനൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവന് നല്ല മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാറുണ്ട് കേട്ടോ. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ കൂടെ ഇരുന്നിട്ട് എന്തെങ്കിലും കളിക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്തെങ്കിലും കാറോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. മിക്കവാറും ടൈം അവൻ നല്ല ഹാപ്പി മൂഡിലൊക്കെ ആണെച്ചാൽ അവൻ ഇരുന്ന് കളിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ക്രാങ്കി ആയിരിക്കും, അപ്പോൾ അവന് ഉറങ്ങാനായിരിക്കും. ഇല്ലെങ്കിൽ വെറുതെ വാശി പിടിക്കാനല്ല, എൻ്റെ മേത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ വാശികളൊക്കെ ഉണ്ടാവും. ഇന്ന് നല്ല മൂഡാണ്, കുഴപ്പമില്ല. ഇന്ന് ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിയല്ലോ, അപ്പം നല്ല മൂഡിലാണ്. ഞാൻ ഇത്തിരി നേരം അവൻ്റെ കൂടെ കളിച്ചു. ചില സമയത്ത് ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കളിച്ച് അപ്പം തന്നെ കുളിപ്പിക്കും. ഉറക്കമുണ്ടെങ്കിൽ ഉറക്കും. അങ്ങനെയാണ് ജനറലി ചെയ്യാറ്. അപ്പം നല്ല മൂഡിലാണ്. അപ്പോൾ ഞാൻ അവന് പാട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ വെജിറ്റബിൾ ഇഡ്ഡലി ഉണ്ട്, ചട്നി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ജനറലി ഞാൻ 10 o'clock കഴിഞ്ഞിട്ട് എനിക്ക് സമയം ഉണ്ടാവാറ്. 10:30 കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇന്ന്
ഇത് കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം പിന്നും വാവേൻ്റെ കൂടെ കളിച്ചു. അപ്പോൾ ഇവിടെ സമയം ഒരു 11 ആയിട്ടോ. 11 ആവാനായി. അപ്പോൾ അവന് ഇത്തിരി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കുളിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. See you soon. Take care. Bye bye.